ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഉമ്മച്ചി കുട്ടീസ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ടക്കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. എന്നാൽ പിന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം ഞാനൊരു ഗ്രേവിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു മിക്സി ജാറിലേക്ക് 1.5 കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് 5 ചുവന്നുള്ളി, കുറച്ച് മല്ലിയില, ഒരു പച്ചമുളക്, 1/2 പീസ് ഇഞ്ചി, 10 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത്, 1/2 പീസ് കറുവപ്പട്ട, 3 ഗ്രാമ്പു, 4 കുരുമുളക്, അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം നമുക്ക് നല്ല പോലെ അരച്ചെടുക്കാം. പിന്നെ അവിടെ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഞാൻ സ്റ്റവ് കത്തിച്ച് ഒരു സോസ് പാൻ വെച്ചിട്ടുണ്ട്. ഈ സോസ് പാൻ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു പിഞ്ച് കായം കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 2 സവാള, ഒരു വലിയ സവാള സ്ലൈസ് ചെയ്തത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ വഴറ്റിയെടുക്കണം. നല്ലപോലെ വഴഞ്ഞു വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യാം. സവാള വഴഞ്ഞ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. നല്ല പെട്ടെന്ന് വഴഞ്ഞു വരും. ഇത് നല്ലപോലെ വഴഞ്ഞു കഴിഞ്ഞ ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യണം. ഇനി നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയാണ്. ഇതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളം ഞാൻ മിക്സി ജാറിലേക്ക് കുറച്ച് ഇട്ടതാണ്. ഇനി നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. നല്ലപോലെ തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് 4 പുഴുങ്ങിയ മുട്ട ഇട്ട് കൊടുക്കണം. ഞാൻ ഈ മുട്ട നടുകെ ഒന്ന് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ മുട്ട ഇട്ടതിന് ശേഷം നമുക്ക് ഒന്നും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. നല്ലപോലെ തിളച്ച് വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും ഉമ്മച്ചി കുട്ടീസ് വേൾഡിൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബൈ. അസ്സലാമു അലൈക്കും.